ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മൾ ലോകത്തെ എവിടെ പോയാലും നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ നമ്മളെ പാസ്പോർട്ട് കൊടുത്താൽ മതി അല്ലേ? ഇന്ത്യക്കാരനാണെന്ന് തെളിയാത്തത് അത് കൊടുത്താൽ ഒരു സ്ഥലമല്ല. എവിടെ മാത്രമേ പറ്റാത്തുള്ളൂ? ഇന്ത്യയിൽ മാത്രമേ പറ്റാത്തുള്ളൂ. ആ വിവരങ്ങൾ ഇതുണ്ടോ? നമ്മൾ ഇന്ത്യൻ പൗരനാണെന്നറിയാൻ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് കൊടുത്താൽ മതി? നമ്മളെ പാസ്പോർട്ട് കൊടുത്താൽ മതി. ഇന്ത്യയിലോ ഇനിയിപ്പോൾ എന്തൊക്കെ രേഖ വേണ്ടി വരികയെന്നറിയില്ല. അള്ളാഹു കാക്കട്ടെ. വെറും ആമീൻ പോരാ, മര്യാദക്ക് പൂരിപ്പിച്ചു കൊടുക്കണം. ഇവരെ ഈ പിന്നെ ഒരു വിവരമില്ലാത്തവരുണ്ടാവും ചാനലിൽ ഇങ്ങനെ വർത്താനം പറയണേ. അതൊക്കെ പൊളിറ്റിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ്. റെക്കോർഡ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ വേണം? ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ആധാർ കാർഡ് ഉണ്ട് അതിൻ്റെ അല്ലേ? പടച്ചോനെ, ആധാർ കാർഡിന് നമ്മളെ മേമാരിയൊക്കെ പോയി വയസ്സ് കാലത്ത് അയാളെ താങ്ങി കൊണ്ടുപോയി അവിടെ ചെന്ന് ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ തള്ളാൻ പേരിൽ ഒപ്പുവെച്ചു. അപ്പോൾ പറഞ്ഞു മറ്റേ പേരിലും വേണം. അപ്പോൾ മറ്റേ പേരിലും വേണം. 5 പേരിലും ഒപ്പിട്ട്. അപ്പോൾ പറഞ്ഞു മറ്റേ കയ്യും വേണം. അങ്ങനെ 10 പേരിലിൻ്റെ ഒപ്പിട്ട്. നിങ്ങൾക്ക് ഓർമ്മല്ലേ? എത്ര പേരിലും ഒപ്പിട്ട്? 10 പേരിലും ഒപ്പിട്ട്. മൂപ്പരപ്പോൾ പുറത്തിറങ്ങിക്കാണ്ട് ആ ചുമരുമ്പോൾ ചാരി അവിടെ ഇരുന്ന് കുറേ ഇങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്നുകാട് ചോദിച്ചു, എന്തെങ്കിലും പോണില്ലേ ചോദിച്ചു. അല്ല കുട്ടിയെ, കാലിൻ്റെ ഒപ്പുവാണെങ്കിൽ ഇപ്പം തന്നെ അടിച്ചു അഞ്ഞൂടി രണ്ടാമത് വരാൻ കഴിയൂല. അങ്ങനെ ഒപ്പിട്ടിട്ടാണ് ആധാർ കാർഡ് കിട്ടിയത്. ഇപ്പം നോക്കുമ്പോൾ അതും പറ്റൂല. ആ ആധാർ കാർഡ് നമ്മൾ ഏത് വെച്ച് ലൈസൻസ് വെച്ച് ലിങ്ക് ചെയ്ത് അല്ലേ? ആധാർ കാർഡ് ഏത് വെച്ച് ലിങ്ക് ചെയ്ത്? ലൈസൻസ് വെച്ച് ലിങ്ക് ചെയ്ത്, റേഷൻ കാർഡ് വെച്ച് ലിങ്ക് ചെയ്ത്, പാൻ കാർഡ് വെച്ച് ലിങ്ക് ചെയ്ത്, എല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മുസ്ലിങ്ങളൊന്നും ഉണരണം. നമ്മൾ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നിന്നാൻ പറ്റൂല. ഇതൊരു ജനാധിപത്യ രാജ്യ. ഈ രാജ്യത്തൊരു നിയമം വരുമ്പോൾ മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നാം സംരക്ഷകരാവണം.